സമരവുമായി മുന്നോട്ടെന്ന ആശാവർക്കർമാർക്ക് ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക അനുവദിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം. കുടിശ്ശിക നൽകണമെന്നത് ഒരു ആവശ്യം മാത്രം. സമരം തുടരുമെന്നും ആശാവർക്കർമാർ അറിയിച്ചു. ജോലി ചെയ്യുന്നതിനായുള്ള തുകയാണ് ഇപ്പോൾ തന്നത്. പ്രധാന ആവശ്യങ്ങൾ ഇനിയും വേറെയുണ്ടെന്നും അതിലും തീരുമാനമാകണമെന്നും ആശാവർക്കർമാർ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, വീണ്ടും നിലപാട് ശക്തമാക്കുകയാണ് ആശാവർക്കർമാർ. കേവലം താൽക്കാലിക സംവിധാനങ്ങളോ താൽക്കാലിക തീരുമാനം കൊണ്ടോ മാത്രം ഈ ഒരു സമരം അവസാനിപ്പിക്കുന്നില്ല എന്നാണ് ആശാവർക്കർമാർ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും വിഷ്ണു, 3 മാസത്തെ ഓണറേറിയം കൊടുത്തു തീർത്തത് കൊണ്ട് മാത്രം സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന നിലപാടാണ് ആശാവർക്കർമാരുടെ അറിയിച്ചിട്ടുള്ളത്. 7,000 രൂപ 21 രൂപയാക്കുക, 5 ലക്ഷം രൂപയാക്കുക, ഓണറേറിയം ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റി ആവശ്യം ഉൾപ്പെടെ കൊണ്ട് ആശാവർക്കർമാർ കഴിഞ്ഞ 15 ദിവസമായിട്ട് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ഇരിക്കുന്നത്. ആദ്യ ദിവസം സമരം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ 3 മാസത്തെ ഓണറേറിയം ഉടൻ അനുവദിക്കുമെന്നായിരുന്നു, ഇൻസെന്റീവ് ഉൾപ്പെടെ ഉടൻ അനുവദിക്കുമെന്നായിരുന്നു അറിയിച്ചത്. പക്ഷെ അതും 18 ദിവസം ആണ് ഈ ഓണറേറിയം അതോടൊപ്പം തന്നെ ഈ ഇൻസെന്റീവ് അക്കൗണ്ടുകളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സമയം എടുക്കേണ്ടി വന്നു. ഒരു മാസത്തെ തുകയെങ്കിലും കൂടുതൽ 18 ദിവസത്തോളം എടുക്കേണ്ടി വന്നു. അപ്പോൾ മാസത്തെ തുക തന്നുകൊണ്ട് അല്ലെങ്കിൽ കുടിശ്ശിക മൊത്തം ഈ സർക്കാർ ഈ നിലപാടിൽ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഈ രീതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ആശാവർക്കർമാർക്ക് സാധിക്കില്ല. അവർ നിലവിലെ തീരുമാനം എന്ന് പറയുന്നത് സമരവുമായി മുന്നോട്ട് പോയിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന് തന്നെയാണ്. അതിന് എത്ര കാലം വേണമെങ്കിലും അനിശ്ചിതകാല സമരം തുടരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.